ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ VIP കാർഡ് ഉപയോഗിച്ചിട്ട് ഫണ്ടൂരയിൽ ലുലു ഫണ്ടൂരിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ട് VIP കാർഡ് എടുക്കുമ്പോഴേക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ല് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ആ കാർഡിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഒരു 3 പേരെ അല്ലെങ്കിൽ 2 പേരെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർക്കും ഈ കാർഡ് ഉപയോഗിച്ചിട്ട് പോകുമ്പോഴേക്കും നമുക്ക് കാർഡ് ഉപയോഗിച്ചിട്ട് ഫണ്ടൂരിലേക്ക് കളിക്കാനൊക്കെ പറ്റും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനത്തെ കുറേ ഗിഫ്റ്റ് വൗച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഓരോ ഒന്നിന്. അതൊക്കെയാണ് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയാം. അത് നമുക്ക് ഇത്ര ഐറ്റംസാണ് നമുക്ക് ഫണ്ടൂരയിൽ VIP കാർഡ് എടുത്തപ്പോൾ കിട്ടിയത്. അതായത് നമുക്ക് 15,000 രൂപയ്ക്ക് റീചാർജ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 36,000 പോയിൻറ്റ് നമുക്ക് കയറും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് ആ കാർഡ് യൂസ് ചെയ്യാം. അതേപോലെ ഇങ്ങനത്തെ ഓരോ ഗെയിംസിനും നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും എത്ര ശതമാനം കുറവുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗെയിം കളിക്കാനായിട്ട് പറ്റും. എന്തായാലും ഫണ്ടൂരയിൽ ഗെയിം കളിക്കണ ഈ കാർഡ് ആവശ്യമാണ്. നമ്മൾ VIP കാർഡ് അല്ല, സാധാരണ കാർഡ് എടുത്താലും അതിൽ എത്ര 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ 1200 രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോഴേക്കും 1000 പോയിൻറ്റ്സാണ് നമുക്ക് കിട്ടുള്ളൂ. 1000 രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട ഗെയിംസിൽ മാത്രമേ നമുക്ക് കളിക്കാനായിട്ട് പറ്റുള്ളൂ. കുട്ടികൾക്കൊക്കെ പോകുമ്പോഴേക്കും അവർ റൈഡ്സൊക്കെ കാണുമ്പോഴേക്കും എന്തായാലും എല്ലാത്തിലും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒന്നിൽ തന്നെ അവർ കളിക്കുക, അവർക്ക് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ VIP കാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് നമുക്ക് മാക്സിമം നമുക്ക് എല്ലാ റൈഡ്സിൽ കയറാനും പറ്റും. അതേപോലെ തന്നെ നമുക്ക് ലൈഫ് ലോങ് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. 15,000 രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 36,000 പോയിൻറ്റ് കയറണമുണ്ട് തന്നെ. അത് വർത്താണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് നമ്മൾ ഓരോ പ്രാവശ്യം പോയി റീചാർജ് ചെയ്യണതിനേക്കാളും മച്ച് ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഈ VIP കാർഡ് ഉപയോഗിച്ചപ്പോൾ തോന്നിയത്. അതുമല്ല, നമ്മൾ ഓരോ റൈഡ്സിൽ ഇടുമ്പോഴേക്കും ഓരോ ഗെയിമിൽ ചിലപ്പോൾ 100 രൂപയായിരിക്കും അല്ലെങ്കിൽ 90 രൂപയൊക്കെ ആയിരിക്കും. നമ്മൾ ഈ കാർഡ് ഉപയോഗിക്കുമ്പോഴേക്കും അത്രയും വരത്തില്ല. അതിനേക്കാൾ എമൗണ്ട് കുറച്ച് അവർ എത്രയോ പെർസെൻറ്റേജ് കുറച്ചിട്ടാണ് നമ്മുടെ നിന്ന് ഡിഡക്റ്റ് ആവുന്നുള്ളൂ. അതുപോലെ തന്നെ എല്ലാ റൈഡ്സിലും നമുക്ക് ഈ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ കാർഡ് ഉപയോഗിച്ചിട്ട് ഫണ്ടൂരയിൽ ഇപ്പം നമുക്ക് ലുലു, നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാത്രമല്ല, ലുലുവിൻ്റെ എല്ലാ ഫണ്ടൂരയിലും നമുക്ക് ഈ കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു പ്രാവശ്യം ആക്റ്റീവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ റീചാർജ് ചെയ്തിട്ട് നമ്മൾ നേരെ ഓരോ ഗെയിംസിലോട്ടൊക്കെ നമ്മൾ പോയി ആദ്യം നമ്മൾ ചെറിയ ചെറിയ ഗെയിമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ റേസിംഗ് കാറിൻ്റെ സെക്ഷനിലോട്ട് വന്നും ഒരുപാട് റേസിംഗ് കാർ ഗെയിമൊക്കെ അവൈലബിൾ ആണ്. ഫാമിലി ആയിട്ട് കളിക്കണമെങ്കിൽ ഫാമിലി ആയിട്ട് കളിക്കുക, അല്ലെങ്കിൽ സിംഗിളായിട്ട് വേണമെങ്കിൽ സിംഗിളായിട്ട് കളിക്കാം. അപ്പോൾ നമ്മൾ ഇതാണ് ഇന്ന് കളിക്കാൻ പോണത്. അടുത്തത് കയറിയത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു കൂടാരം പോലെ ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഫയറിംഗ് ആണ്, നമുക്ക് തോക്കുണ്ട്. അപ്പോൾ തോക്ക് വെച്ചിട്ട് നമ്മൾ വെടി വെക്കണം. അങ്ങനത്തെ ഒരു ഗെയിമാണ്. 2 പേർക്കും കൂടെ കളിക്കാൻ പറ്റിയ ഗെയിമാണ്. പക്ഷെ നമ്മൾ കയറിയ സമയത്ത് ഒരെണ്ണം വർക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അവർ നറുക്കിട്ടിട്ട് ഒരുമിച്ച് കളിക്കുകയാണ് ചെയ്തത്. നമുക്കപ്പോൾ സെലക്ട് ചെയ്യാം ഏതൊക്കെ വേണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് VIP കാർഡായിട്ട് നമുക്ക് ലുലു ട്രിവാൻഡ്രത്തു നിന്ന് കിട്ടിയില്ല. സാധാരണ കാർഡാണ് കിട്ടിയത്. അത് പക്ഷേ VIPയുടെയാണ് റീചാർജ് ചെയ്തേക്കണേ. ഇതിപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന്, നമ്മളിപ്പോൾ എറണാകുളത്തായതുകൊണ്ട് എറണാകുളം ലുലു കൊണ്ടുപോയിട്ട് അത് VIP കാർഡാക്കണം, എന്നിട്ട് യൂസ് ചെയ്യണം. ഇവിടെ നമുക്ക് ഈ ഒരു കാർഡ് മതി. വേറെ നമുക്ക് VIP കാർഡിലോട്ട് മാറ്റണമെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മൾ ഈ കാർഡ് കൊടുത്തിട്ട് വേണം VIP കാർഡാക്കാനായിട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് VIP റീചാർജ് നമുക്ക് ചെയ്യാം. പിന്നെ അടുത്തത് നമ്മൾ കയറിയത് ഈ ഒരു ട്രെയിനിലാണ്. ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓരോന്നിങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് റൗണ്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 4 റൗണ്ട് ഉണ്ടല്ലോ, 4 റൗണ്ട് നമുക്ക് പോകാൻ പറ്റും.
അടുത്തത് അനൂസിന് ഇഷ്ടമുള്ളൊരു ഗെയിമാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഓരോ ബോൾ ഇങ്ങനെ തുറന്നു വരും. അപ്പോൾ റെഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പാടില്ല. റെഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് മൈനസ് ആയിരിക്കും വരുന്നത്. നമുക്ക് ബാക്കിയുള്ള കളറിൽ നമ്മൾ യെല്ലോ അല്ലെങ്കിൽ ഗ്രീനൊക്കെ വരുമ്പോഴേക്കും അടിക്കണം. അങ്ങനെ അടിച്ചിട്ട് നമ്മൾ പോയിൻ്റ് നമ്മുടെ കാർഡിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സിമ്പിളായിട്ടുള്ള ഗെയിമാണിത്. അതിന് പാൻറ് കയറ്റിയിട്ടിരിക്കുന്നു. അടുത്തത് ഈ ഒരു റൈഡിലാണ് കയറുന്നത്. ഈ റൈഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാള് മൊത്തം നമുക്ക് ചുറ്റി കാണാൻ പറ്റും. നമുക്ക് സെക്യൂറായിട്ട് ആണ് പോണത്. ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് നമ്മളാണ് പോകുന്നത്. ഈ ഒരു റോപ്പിൽ കൂടെ ഒരു റൗണ്ട് അടിക്കാൻ പറ്റും. ഈ ഒരു റൗണ്ട് അടിക്കുന്നതിനാണ് നമുക്ക് ചാർജ് വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാള് മൊത്തം കാണാം. മാളിലെ എല്ലാ കടകളും എല്ലാ ഐറ്റംസും നമുക്ക് കണ്ട് കറങ്ങി നമുക്ക് തിരിച്ചു വരും. അങ്ങനെ ഒരു നല്ല അടിപൊളി ഒരു ഗെയിമാണിത്. ഇതും നല്ലൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നിയത്. Bye. വരാം.
ഈ അഡ്വെഞ്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഉള്ള ഒരു ഗെയിമാണിത്. ഇത് നമുക്ക് അവർ റാപ്പും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ഹെൽമെറ്റും കാര്യങ്ങളുണ്ട്, ഫുൾ സെക്യൂറാണ്, കുട്ടി എന്തായാലും താഴത്തോട്ട് വരത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ റൈഡ്സിലും ഇങ്ങനെ കയറി നമ്മൾ തന്നെ കയറി ആ പൊക്കത്തെ ആ ഒരു ബ്ലാക്ക് കണ്ടോ അത് വെച്ചിട്ട് നടന്ന് ചുറ്റും നടന്ന് റൗണ്ട് അടിച്ച് വരണം. എനിക്കൊന്നേരം 2 റൗണ്ട് ഉണ്ടെന്ന് തോന്നണം. ഇതേപോലത്തെ ഓരോ ഡിഫിക്കൽട്ടല്ല, ആദ്യം സിമ്പിളായിരിക്കും പിന്നെ ഡിഫിക്കൽട്ടായിരിക്കും, അങ്ങനെ ആണ്. ആദ്യം നമുക്ക് ചെയ്യുമ്പോഴേക്കും പേടി തോന്നും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ട്രിക്ക് കിട്ടി കഴിയുമ്പോഴേക്കും ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ആ പൊക്കത്ത് പിടിച്ചിരിക്കുന്ന ആ ബ്ലാക്ക് ഇത് വെച്ചിട്ട് നമ്മൾ നടന്ന് ഓരോ റൈഡ്സും കയറി വരണം. അങ്ങനെ ഒരു റൗണ്ടല്ല 2 റൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ അഡ്വഞ്ചേഴ്സൊക്കെ കിട്ടുന്ന പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ കുട്ടികളുടെ പേടിയൊക്കെ മാറ്റാനൊക്കെ പറ്റിയ നല്ലൊരു ഗെയിമാണ് കേട്ടോ. അതുപോലെ തന്നെ കൂടെ ട്രെയിനർ മസ്റ്റായിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ കുട്ടി പേടിക്കുമല്ലോ ഈ താഴത്തോട്ട് പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ട്രെയിനർ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. ട്രെയിനർ പറഞ്ഞു കൊടുക്കും എങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കുട്ടി ചെയ്തോളും. എനിക്കെന്തായാലും ഈ ഒരു ഗെയിമും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാം. ഇഷ്ടപ്പെട്ടാ? ഇപ്പൊ വീടില്ല. ഇതും ചെറിയ ടൈപ്പ് അഡ്വഞ്ചർ ഗെയിമാണ്. നമ്മളിങ്ങനെ ചവിട്ടി കയറിയിട്ട് മേളിലൊരു റെഡ് ബട്ടൺ ഉണ്ട്, അവിടെ കയറണം. ടൈമിംഗ് ഉണ്ട്, അപ്പോൾ എത്രയും സ്പീഡിൽ കയറാൻ പറ്റുമോ അത്രയും ടൈമിങ് നോക്കും. അതിന് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ റെഡ് ബട്ടൺ ടാപ്പ് ചെയ്തിട്ട് നേരെ നമുക്ക് ചവിട്ടി ഇറങ്ങാവുന്നതേ ഉള്ളൂ. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ എറണാകുളം ലുലുവിൽ ഇത് ഒരെണ്ണേ ഉള്ളൂ, പക്ഷേ നമ്മുടെ ട്രിവാൻഡ്രം ലുലുവിൽ കുറേ ഉണ്ട് ഇങ്ങനത്തെ റൈഡ്സ് കേട്ടോ.
ഫണ്ടൂരയുടെ നമ്മൾ VIP കാർഡ് എടുത്തപ്പോഴേക്കും നമുക്ക് കിട്ടിയ ഓഫേഴ്സാണ് ഇത്. 10% ഡിസ്കൗണ്ട്, നമുക്ക് ബർത്ത്ഡേ പാർട്ടീസ് എന്തെങ്കിലും അവിടെ വെച്ച് നടത്തണമെങ്കിൽ 10% ഡിസ്കൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ ബീബ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 500 രൂപ റെഡീം ചെയ്യാനുള്ള കൂപ്പൺസ് ഉണ്ട്. അതേപോലെ തന്നെ PVRൻ്റെ ഒരു കാർഡ് നമുക്ക് കിട്ടും. ഇത് 500 രൂപ റെഡീമാണ്. PVRൻ്റെ മൂവിക്കല്ല, മൂവി കഴിഞ്ഞിട്ട് നമ്മൾ പോപ്കോൺസ് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിക്കില്ല, അപ്പോൾ അതിലൊരു 500 രൂപ റിഡംഷൻ ഉണ്ട്. അതുപോലെ ഇങ്ങനത്തെ കുറച്ച് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉണ്ട്, ഡ്രസ്സിൻ്റെ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ 500 രൂപയുടെ ഓൾമോസ്റ്റ് ലൂയി ഫിലിപ്പിൻ്റെയൊക്കെ 500 രൂപ റെഡീം ചെയ്യാൻ പറ്റുന്ന കൂപ്പൺസൊക്കെയാണ് നമുക്കുള്ളത്. പിന്നെ നമുക്കുള്ളത് അലൻലോ സോളിയുടെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു VIP കാർഡ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് VIP കാർഡ് കിട്ടിയിട്ട് നമ്മളിവിടെ എറണാകുളം ലുലുവിൽ വന്നിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കാർഡ് കൊടുത്തിട്ട് നമുക്ക് VIP കാർഡ് അവർ ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ വരുന്നത് VIP കാർഡ്, മറ്റേത് ഗ്രീൻ കളറാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാർഡ് നമുക്ക് ലൈഫ് ലോങ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, കാർഡിൽ പൈസ തീരുമ്പോൾ മാത്രമേ റീചാർജ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 1 ഇയറോളം ഉപയോഗിക്കാനുള്ള പോയിൻറ്റ് നമുക്ക് അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 1 ഇയർ എന്തായാലും പോകുമ്പോഴേക്കും റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കാർഡ് ഉപയോഗിച്ചിട്ട് എല്ലാ ഫണ്ടൂരിലും, ലുലുവിൻ്റെ എല്ലാ ഫണ്ടൂരിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ട്രിവാൻഡ്രം ആണെങ്കിലും കാലിക്കട്ട് ആണെങ്കിലും ദുബായ് ആണെങ്കിലും നമ്മുടെ എറണാകുളത്താണെങ്കിലും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു കാർഡ് വർത്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വർത്തായിട്ടാണ് തോന്നിയത്. കാരണം 15,000 രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 35,000 പോയിൻറ്റ്സാണ് കിട്ടുന്നത്. അത് ഉപയോഗിച്ച് ഓൾമോസ്റ്റ് എല്ലാ റൈഡ്സിലും കയറാം, ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.